ഓഫീസിൽ നിന്നുള്ളവർ ഹോട്ടൽ ഗ്രാൻഡ് ബേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപാടി അവിടെ വെച്ചാണ്. സഹസ്ര വളരെ ചുരുക്കി മാത്രമാണ് സംസാരിച്ചിരുന്നത്. കാർത്തിക് ശരി എന്ന രീതിയിൽ തലയാട്ടി. ആ ട്രെയിൻ കൂപ്പയിൽ വീണ്ടും നിശബ്ദത പടർന്നു. അവരുടെ യാത്ര അവസാനിക്കുകയാണ്. ട്രെയിൻ ഇറങ്ങിയാൽ പിന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയും. 5 വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഒത്തുകൂടെ ഈ ഏതാനും മണിക്കൂറുകളുടെ യാത്ര ഒരു വെറും ഓർമ്മയായി മാത്രം ഒതുങ്ങിപ്പോകുമോ എന്നൊരു വിഷമം സഹസ്രയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അവൾ പതുക്കെ അവനെ നോക്കി പറഞ്ഞു, കാർത്തിക്, നീ ശരിക്കും ഒരു ഗ്രേറ്റ് വ്യക്തിയാണ്. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് സംസാരിക്കുക പോലുമില്ലായിരുന്നു. എൻ്റെ മുഖത്ത് പോലും നോക്കാതെ വെറുപ്പോടെ തിരിഞ്ഞു കളഞ്ഞേനെ. പക്ഷെ നീ എന്നെ ഒരുപാട് മനസ്സിലാക്കി. എൻ്റെ മനസ്സിലെ കുറ്റബോധം മുഴുവൻ മാറ്റി എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് നീയാണ്. കാർത്തിക് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജീവിതം വളരെ ചെറുതാണ് സഹസ്ര. പഴയ കോപവും പകയും ഒക്കെ മനസ്സിൽ ചുമന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നീ ഒരു തെറ്റ് ചെയ്തു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ആ ഒരു സംഭവം കാരണമാണ് എന്നിലും എന്തെങ്കിലും നേടിയെടുക്കണം എന്ന വാശിയുണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത്. അപ്പോഴേക്കും ട്രെയിനിൻ്റെ വേഗത കുറയാൻ തുടങ്ങി. ട്രെയിൻ വൈശാഖ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എൻ്റർ ആകുന്ന നിസ്സൂചനകൾ കാണിക്കുന്നുണ്ട്. യാത്ര അവസാനിക്കാറായി എന്നോർത്തപ്പോൾ സഹസ്രയുടെ മനസ്സിൽ ചെറിയൊരു പരിഭ്രമം തുടങ്ങി. കാർത്തിക്, സഹസ്ര അല്പം മടിച്ചാണ് ചോദിച്ചത്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ പുതുതായൊരു സൗഹൃദം തുടങ്ങിയാരെന്താ? അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാർത്തിക് തൻ്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ ശാന്തമായൊരു പുഞ്ചിരി വിരിഞ്ഞു. സൗഹൃദം കൂടാൻ പാടില്ലെന്ന് പറയാൻ നമ്മൾ എപ്പോഴെങ്കിലും ശത്രുക്കളായിരുന്നോ? നമ്മൾ വെവ്വേറെ വഴികളിൽ സഞ്ചരിച്ച 2 മനുഷ്യർ, അത്രമാത്രം. കാർത്തിക്, നാളെ വൈകുന്നേരം ഈ ഇവൻ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാമോ? അല്പം മടിയോടെ തന്നെയാണെങ്കിലും സഹസ്ര വീണ്ടും ചോദിച്ചു. കാർത്തിക് കുറച്ചൊന്ന് ആലോചിച്ചു. നാളെ വൈകുന്നേരമോ? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാൽ വീട്ടിലുള്ളവർക്ക് വിഷമമാകുമോ ആവോ? പ്ലീസ് കാർത്തിക്, ഇനി നമ്മൾ എപ്പോഴാണ് കാണുക, ഇനി കാണുമോ എന്ന് പോലും അറിയില്ല. ഈ യാത്ര ഇവിടെ വെച്ച് ഇങ്ങനെ വെറുമൊരു ഫോർമാലിറ്റി അവസാനിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗുഡ് ബൈ പറയാം. സഹസ്ര അല്പം കെഞ്ചുന്ന മട്ടിൽ പറഞ്ഞു. അവളുടെ ശബ്ദത്തിലെ ആത്മാർത്ഥത തള്ളിക്കളയാൻ കാർത്തിക്കിന് കഴിഞ്ഞില്ല. ശരി, ഈ ഇവൻ്റ് എപ്പോഴാണ് തീരുക? 6 മണിയാകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആകും. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ 7 മണിക്ക് ശേഷം നിൻ്റെ ഹോട്ടലിനടുത്തുള്ള ആർക്കെ ബീച്ച് റോഡിൽ വെച്ച് നമുക്ക് കാണാം, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹസ്രയുടെ മനസ്സ് പെട്ടെന്നൊന്ന് ശാന്തമായി. ഒരു താങ്ക്സ് പറയുന്ന മട്ടിൽ അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. കൃത്യം ആ സമയത്താണ് വൈശാഖ് സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റ് കേട്ടത്. ട്രെയിൻ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് നിന്നു. രണ്ടുപേരും തങ്ങളുടെ ബാഗുകളെല്ലാം എടുത്ത് താഴേക്കിറങ്ങി. സ്റ്റേഷനിൽ പതിവ് പോലെ യാത്രക്കാരുടെ വലിയ തിരക്കായിരുന്നു. കാർത്തിക് തൻ്റെ ട്രോളി ബാഗ് ഒതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി. നാളെ കാണാം. ബൈ കാർത്തിക്, സീ യു ടുമാറോ എന്ന് പുഞ്ചിരിയോടെ കൈവീശി പറഞ്ഞ് സഹസ്ര യാത്രയാക്കി. എക്സിറ്റ് ഗേറ്റിലേക്ക് കള്ളം പോകുന്ന കാർത്തിക്കിനെ തന്നെ അവൾ നോക്കി നിന്നു. 5 വർഷം മുമ്പ് വീട് വിട്ട് ഓടിപ്പോരുമ്പോൾ അവളുടെ മനസ്സ് നിറയെ ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞു പോയതുപോലൊരു തോന്നൽ. നാളെ അവനെ വീണ്ടും കാണാൻ പോകുന്നു എന്നൊരു ചെറിയ സന്തോഷം. ഈ യാത്ര ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും നാളെ കടൽ തീർത്ത് വെച്ച് ഇതിനൊരു യഥാർത്ഥ ശുഭകരി അവസാനം ഉണ്ടാകുമെന്നും അവളുടെ മനസ്സ് ദൃഢമായി വിശ്വസിച്ചു. ഹോട്ടൽ ഗ്രാൻഡ് പേ ജനൽക്ക് ചിലകൾക്കപ്പുറത്ത് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം രൂപം ഡ്രസ്സ് അവൾക്ക് നന്നായി ഇണങ്ങുന്നതായി തോന്നി. സഹസ്രയുടെ ടേബിളിന് മുന്നിൽ കണ്ണാടിയുടെ സ്വയം ഒന്ന് നോക്കി. ഓഫീസ് മീറ്റിംഗ് വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി തന്നെ കഴിഞ്ഞു. പക്ഷെ അവളുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ 7 മണിക്ക് നടക്കാനിരിക്കുന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു. അവൾ വീണ്ടും മുടി ഒതുക്കി വെച്ചുകൊണ്ടിരുന്നു. ലിപ്സ്റ്റിക് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കി. 5 വർഷം മുമ്പ് പെണ്ണുകാണൽ ചടങ്ങിനെ പോലും അവൾ ഇത്രത്തോളം പരിഭ്രമിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും ആ സമയത്താണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. വീണ്ടും അമ്മയാണ്. ഇത്തവണ കോൾ കട്ട് ചെയ്യാൻ സഹസ്രക്ക് തോന്നിയില്ല. കാർത്തിക് തൻ ധൈര്യത്തോടെ അവൾ ദീർഘമായി ശ്വാസം എടുത്ത് ഫോൺ എടുത്തു. പറയൂ അമ്മേ. സഹസ്ര, ഞാൻ കുറച്ചു മുമ്പ് മെസ്സേജ് കണ്ടിരുന്നു മോളെ. ഏതോ മീറ്റിങ്ങിലാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ പിന്നെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി. സുഖമാണോടാ? സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് പതിവ് പോലെ അമ്മയുടെ ശബ്ദത്തിൽ ആകുലതയും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് സുഖമാണമ്മേ. ഞാനിപ്പോൾ വൈശാഖിലുണ്ട്. സഹസ്ര അല്പം മടിച്ചു പറഞ്ഞു. നീ വൈശാഖിലുണ്ടോ? ഞങ്ങളോട് പറഞ്ഞതേയില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അമ്മയുടെ ശബ്ദത്തിൽ പെട്ടെന്ന് തന്നെ പ്രതീക്ഷയും സന്തോഷം നിറഞ്ഞു. ഞാൻ വരാം അമ്മേ.
പക്ഷെ വരുന്നതിന് മുമ്പ് അമ്മയുടെ ഒരു കാര്യം പറയണം. ഞാൻ ട്രെയിനിൽ വെച്ച് കാർത്തിക്കിനെ കണ്ടിരുന്നു. വൈശാഖ് എത്തുന്നതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത്. ഫോണിൻ്റെ മറുപുറത്ത് പെട്ടെന്ന് നിശബ്ദത പടർന്നു. അമ്മ ശ്വാസം അടുപ്പിടിപ്പിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വിറക്കുന്ന ശബ്ദം കേട്ടു. കാർത്തിക്കാണോ? അവൻ സംസാരിച്ച മോളെ. നിന്നെ കണ്ടിട്ട് അവൻ എന്താ പറഞ്ഞത്? ആ ചോദ്യങ്ങളിൽ ഭയവും പരിഭ്രാന്തിയും ഒരുപോലെ ഉണ്ടായിരുന്നു. അവൻ വളരെ ശാന്തനായിട്ടാണ് സംസാരിച്ചതമ്മേ. പക്ഷെ അന്ന് ഞാൻ ചെയ്ത തെറ്റ് കാരണം അവരുടെ കുടുംബം എത്രമാത്രം നരകം അനുഭവിച്ചെന്ന് ഇന്നലെ അവൻ പറയുമ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വന്നതും കീർത്തിയുടെ കല്യാണാലോചനകൾ മുടങ്ങിപ്പോയതുമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അമ്മേ. ഇത്രയും നാൾ എൻ്റെ സ്വാർത്ഥത മാത്രം നോക്കി നിങ്ങളെയും അവരെയും എത്രമാത്രം വേദനിപ്പിച്ചെന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. സഹസ്രയുടെ തൊണ്ടയിടറി. പുറത്തലക്കൽ നിന്ന് അമ്മയും കരയുന്നതായി ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം മോളെ, അന്നവരുടെ അവസ്ഥ കണ്ട് ഞങ്ങൾ എത്രമാത്രം തകർന്നു പോയെന്നു. നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിക്കാൻ പോലും സമ്മതിച്ചില്ല. നിന്റെ പേര് ചൊരിക്കാൻ പോലും ആരെയും അനുവദിച്ചില്ല. പക്ഷെ ഒരമ്മയുടെ മനസ്സ് അങ്ങനെയല്ലല്ലോ. നീ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഓർത്തൊരു ദിവസം 100 വട്ടമെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. സഹസ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണീർ കവളിലൂടെ ഒഴുക്കിയിറങ്ങി. അച്ഛൻ സുഖമായിരിക്കുന്നു അമ്മേ. എന്നോട് ക്ഷമിക്കുമോ? പുറമേക്ക് വലിയ ഗൗരവം നടിക്കുമെങ്കിലും എപ്പോഴെങ്കിലും നിന്റെ ഫോട്ടോയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാവും. നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായി നിറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സും മാറും. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വാ മോളെ. സഹസ്ര കണ്ണുകൾ തുടച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി. ഞാൻ വരാം അമ്മേ. പക്ഷെ ചെറിയൊരു പണിയുണ്ട്. അതുകൂടി തീർത്ത് രാത്രിയോടെ ഞാൻ നേരിട്ട് വീട്ടിലേക്കെത്താം എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ചു. അതേസമയം MP കോളനിയിലുള്ള കാർത്തിക്കിൻ്റെ വീട്. കാർത്തിക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയായിരുന്നു. അവൻ്റെ അമ്മ മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താടാ കാർത്തിക്, നീ എങ്ങോട്ടാ ഈ ഒരുങ്ങി പുറപ്പെടുന്നത്? വീണ്ടും പുറത്തേക്കാണ്. യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് നല്ല ക്ഷീണത്തിലല്ല നീ? കുറച്ചു നേരം വിശ്രമിച്ച കൂടെടാ. ചെറിയൊരു കാര്യമുണ്ടമ്മേ. ഒരു ഫ്രണ്ട്സിനെ കാണാണ്. RK ബീച്ചിൻ്റെ അടുത്ത്, അവൻ പറഞ്ഞു. ഫ്രണ്ടോ? അതാരാടാ? അമ്മ ചോദിച്ചു. കാർത്തിക് കണ്ണാടിയിലൂടെ അമ്മയെ നോക്കി ഒരു നിമിഷം നിന്നു. ഒന്നും ഒളിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ പറഞ്ഞു, സഹസ്രയാണ് അമ്മേ. ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ആ പേര് കേട്ടതും അവൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന പൂക്കുള്ള താഴെ വീണു. അവരുടെ മുഖമാകെ മാറി. കണ്ണുകളിൽ പെട്ടെന്ന് പഴയ ഓർമ്മകളും അപമാനവും ദേഷ്യവുമെല്ലാം ഇരച്ചു കയറി. ആര്? ആ ഓടിപ്പോയ പെണ്ണോ? വീണ്ടും ആ ശല്യം നിന്റെ മുന്നിൽ എങ്ങനെ വന്നുപെട്ടു? അവൾ കാരണം നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചെന്ന് നീ മറന്നുപോയോ? നിന്റെ അച്ഛൻ്റെ ജീവൻ വരെ അപകടത്തിലാക്കിയത്. നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തിനാ അവൾ നിന്നെ ഈ തിരക്കി വന്നിരിക്കുന്നത്? അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതിൽ ദേഷ്യവും വിഷമവും വ്യക്തമായി. അറിയാമായിരുന്നു. കാർത്തിക് മെല്ലെ അരികിൽ ചെന്ന് അമ്മയുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, കൂളാകും. അവൾ നമ്മളെ തിരക്കി വന്നതല്ല. യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ്. അന്ന് അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ഇപ്പോൾ അവൾക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന്. അവൾ കാരണം നമ്മുടെ ഫാമിലി എത്രമാത്രം സഫർ ചെയ്തെന്നോർത്ത് അവൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അവൾക്ക് കുറ്റബോധം തോന്നിയാൽ നമ്മൾ അനുഭവിച്ച ഏതെല്ലാം മറക്കണോ കാർത്തിക്? നീ വീണ്ടും അവളെ കാണുന്നത് എനിക്കിഷ്ടമല്ല. നീ പോകരുത്. കാർത്തിക് അമ്മയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കരിയറിൽ ഇത്രയും ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ എല്ലാം ശുഭമായില്ലേ? പഴയ ദേഷ്യവുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് നേടാൻ പോകുന്നത് പറയും. അവൾക്ക് മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ഗുഡ് ബൈ പറയണമെന്ന് ഇത്ര. ജസ്റ്റ് ഒരു വട്ടം കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വരാം. കാർത്തിക്കിൻ്റെ വാക്കുകളിലെ പക്വത കണ്ട് അമ്മക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാർത്തിക് കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. സമയം വൈകുന്നേരം 7 മണി. RK ബീച്ചിൽ ആളുകളുടെ തിരക്ക് പതുക്കെ കുറഞ്ഞു വരികയാണ്. സഹസ്ര പറഞ്ഞതുപോലെ അവിടെയുള്ളൊരു സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്ന് അവൾ കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാർ വന്ന് നിർത്തിയ ശബ്ദം കേട്ടതും അവൾ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. കാർത്തിക് നടന്നു വന്ന് അവളുടെ അരികിലിരുന്നു. കുറച്ച് സമയത്തേക്ക് അവർക്കിടയിൽ യാതൊരു സംസാരവുമില്ലായിരുന്നു. കടലിലെ അലകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. ആ മൗനത്തിൽ ചെറിയൊരു ഭാരമുണ്ടായിരുന്നെങ്കിലും അതിലൊരു പുതിയ പ്രതീക്ഷയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വന്നതിന് താങ്ക്സ് കാർത്തിക്. സത്യത്തിൽ നീ വരുമോ ഇല്ല എന്നുള്ളിൽ പേടിയുണ്ടായിരുന്നു. കടലിലെ തിരമാലകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സഹസ്ര പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല വരാമെന്ന്. കാർത്തിക് ചെറിയ ചിരിയോടെ പറഞ്ഞു. ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ എനിക്കൊന്നു മാത്രമേ തോന്നുന്നുള്ളൂ കാർത്തിക് എന്ന് പറഞ്ഞപ്പോൾ സഹസ്ര നിർത്തി. എന്താണ്? അവൻ ചോദിച്ചു. നീ കാര്യങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ നേരെ യാതൊരു ദേഷ്യവുമില്ലാതെ എത്ര പ്രശാന്തമായിട്ടാണ് നീ സംസാരിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയൊരു വ്യക്തമായുള്ള എൻ്റെ യാത്ര ഇവിടെയും കൊണ്ട്
അവസാനിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിനക്ക് എന്നെ വീണ്ടും വിശ്വസിക്കാൻ പറ്റുമോ? കുറഞ്ഞപക്ഷം ഒരു ഫ്രണ്ടായിട്ടെങ്കിലും. വാക്കുകൾ കാറ്റിൽ അലിഞ്ഞുപോയി. കാർത്തിക് പെട്ടെന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. കടലിലേക്ക് നോക്കി അവൻ മൗനമായിരുന്നു. ആ നിശബ്ദത അവളെ ഭയപ്പെടുത്തി. താൻ തിരി ധൃതിപ്പെട്ട് ആഗ്രഹിച്ചു പോയോ? തന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ വീണ്ടും വിശ്വസിക്കുന്നത് കാർത്തിക്കിനെ പോലെയുള്ള ഒരു പ്രാക്ടിക്കലായ മനുഷ്യന് സാധിക്കില്ലേ എന്നവൾക്ക് തോന്നി. കുറച്ച് സമയത്തിന് ശേഷം കാർത്തിക് അവളെ നോക്കി. വിശ്വാസം എന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവുന്നല്ല. അതിന് ഒരുപാട് സമയമെടുക്കും. അന്ന് നീ ഒളിച്ചോടിയപ്പോൾ അവിടെ ഒരു കല്യാണം മാത്രമല്ല മുടങ്ങിയത്. ഒരു വ്യക്തിയുടെ എനിക്കുണ്ടായിരുന്ന ബഹുമാനവും വിശ്വാസവും കൂടിയാണ് ഇല്ലാതെ പോയത്. ഈ യാത്രയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് പേടിച്ചോടിപ്പോയ ആ പെൺകുട്ടിക്കും ഇന്ന് എൻ്റെ അരികിലിരുന്ന് സ്വന്തം തെറ്റ് സമ്മതിക്കുന്ന ഈ പെൺകുട്ടിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ 5 വർഷം കൊണ്ട് നീ ഒരുപാട് മാറിപ്പോയി സഹസ്ര. നിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ചെറിയ പ്രതീക്ഷ കാണാം. നമ്മളുടെ ഈ യാത്ര എവിടം വരെ പോകുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. തൽക്കാലം നമുക്ക് നല്ല കൂട്ടുകാരായി തുടങ്ങാം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇനിയെപ്പോൾ നിനക്ക് എന്ത് തോന്നിയാലും എന്ത് പേടി തോന്നിയാലും അത് എൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് പറയണം. അല്ലാതെ ഇനി ഒരിക്കലും ഇതുപോലെ ഓടിപ്പോകരുത്. ഡെയിൽ? കാർത്തിക് ശാന്തമായി ചോദിച്ചു. സഹസ്രയുടെ മുഖത്ത് വലിയൊരു ആശ്വാസം പ്രകടമായി. അവളുടെ ചുണ്ടുകളിൽ ഒടുവിൽ ഒരു യഥാർത്ഥ പുഞ്ചിരി വിരിഞ്ഞു. പ്രോമിസ് കാർത്തിക്, ഇനി ഒരിക്കലും നിന്നോട് പറയാതെ ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല. താങ്ക് യു. ഗുഡ്. ശരി, വാ പോകാം. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് ഞാൻ നിന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാം. അതിരിക്കട്ടെ, നാളെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നീ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? കാർത്തിക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. പോകുന്നുണ്ട് കാർത്തിക്. നാളെയല്ല, ഇന്ന് തന്നെ. ഡിന്നർ കഴിഞ്ഞ ഉടനെ ഞാൻ ഹോട്ടലിൽ പോയി എൻ്റെ ലഗേജ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉച്ചക്ക് അമ്മയോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അത് നല്ലൊരു തീരുമാനമാണ്. ശരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് കാറിനടുത്തേക്ക് നടന്നു. ഹോട്ടൽ ഗ്രാൻഡ് ബേയുടെ പാർക്കിങ്ങിൽ കാർത്തിക്കിൻ്റെ കാർ വന്നു നിന്നു. സഹസ്ര കാറിൽ നിന്ന് ഇറങ്ങാനായി പെട്ടെന്ന് വണ്ടിയിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അവനെ നോക്കി. അവൾക്കുള്ളിൽ ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ മുഖത്തെങ്ങനെ നോക്കും? അദ്ദേഹം എന്ത് പറയും എന്നോർത്ത് ഉള്ളിൽ ഭയം തോന്നി. കാർത്തിക് ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കേണ്ട. അന്ന് നീ പേടിച്ചിട്ടല്ലേ ഓടിപ്പോയത്. വീണ്ടും ഇപ്പോൾ അതേ പേടിയോർത്ത് മാറി നിൽക്കരുത്. നിന്റെ തെറ്റ് നീ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ആത്മാർത്ഥത നിന്റെ വാക്കുകളിൽ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർച്ചയായും അലിഞ്ഞു പോകും. ധൈര്യമായി പോകും. ഓൾ ദി ബെസ്റ്റ്. കാർത്തിക്കിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിലെ പകുതി ഭാരവും ഇറക്കി വെച്ചതുപോലെ തോന്നി. താങ്ക്സ് കാർത്തിക്, ബൈ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങി. ബൈ സഹസ്ര. വീട്ടിലെത്തിയിട്ട് പറ്റുമെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കും എന്ന് കൈവീശി പറഞ്ഞുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. കാർത്തിക്കിൻ്റെ കാർ ദൂരേക്ക് പോക്കുന്നതിൽ സഹസ്ര അവിടെ തന്നെ നിന്നു. 5 വർഷം മുമ്പ് ഇതേ വൈശാഖ് നഗരത്തിൽ നിന്ന് അർദ്ധരാത്രി പേടിച്ചോടിയ പെൺകുട്ടിക്ക് ഇപ്പോൾ സ്വന്തം ആളുകളെ കണ്ടുമുട്ടാൻ ധൈര്യപൂർവ്വം ചുവടുകൾ വെക്കുന്നു. സഹസ്രയ്ക്ക് എത്ര വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവളുടെ മനസ്സിൽ തൻ്റെ തെറ്റ് തിരുത്തണമെന്ന ആഗ്രഹം മാത്രമാണുള്ളത്. ഒപ്പം ഇന്ന് പുതുതായി തലയിലിട്ട ഒരു മനോഹരമായ സൗഹൃദത്തെക്കുറിച്ചുള്ള ചെറിയൊരു പ്രതീക്ഷയും. അവളൊരു ദീർഘശ്വാസമെടുത്ത് ഹോട്ടലിലേക്ക് നടന്നു. സഹസ്ര നേരെ മുറിയിലേക്ക് പോയി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. അരമണിക്കൂറിന് ശേഷം ലഗേജുമായി താഴേക്ക് വന്നു. അപ്പോഴേക്കും അവൾ ബുക്ക് ചെയ്തിരുന്ന വണ്ടി വന്നിരുന്നു. അതിൽ തൻ്റെ ബാഗ് വെച്ച് സീതമ്മാധാരയിലുള്ള തൻ്റെ വീട്ടിലേക്ക് സഹസ്ര പുറപ്പെട്ടു. രാത്രി 10 മണിയായി കാണും. സഹസ്ര വണ്ടിയിൽ നിന്നിറങ്ങി തൻ്റെ വീടിന് മുന്നിൽ ചെന്ന് നിന്നു. കയ്യിലൊരു ചെറിയ ട്രാവൽ ബാഗുണ്ട്. തെരുവിലാകെ അപ്പോഴേക്കും ശബ്ദ പടരുന്നു. ആ വീടിൻ്റെ ഗേറ്റും മതിലും തുളസി തറയുമെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. മാറിയത് അവൾ മാത്രമാണ്. പണ്ടെന്നെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പെൺകുട്ടി ഇന്ന് ആ വീടിൻ്റെ പടി ചവിട്ടാൻ ഭയന്നുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ്. കാർത്തിക് പറഞ്ഞ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ അവൾ പതുക്കെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചു. വരാന്തയിൽ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അത്താഴമെല്ലാം കഴിഞ്ഞ അവളുടെ അച്ഛൻ രാമറാവു സാർ കസേരയിലിരുന്നു ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രായത്തിൻ്റെ ആധിക്യം ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അദ്ദേഹം തലയുയർത്തി നോക്കി. മുന്നിൽ സഹസ്രം നടന്നു വരുന്നത് കണ്ട് ഒരു നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി.